ശബരിമലയിലെ കൊള്ളക്കഥകൾ പുറത്തുവരുമ്പോൾ പിണറായി സർക്കാരിന്റെയും പാർട്ടി സ്വാധീനത്തിന്റെയും തണലിൽ അരങ്ങേറിയ അഴിമതി ഭരണത്തിന്റെ ആഴവും വ്യാപ്തിയുമാണ് ഇതോടെ ഓരോന്നായി വിളിച്ചെത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ സന്നിധാനത്തെ നെയ് വിതരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകൾ മനസ്സിലാവുന്നത് പിണറായി സംരക്ഷണത്തിൽ നിന്ന് ഓരോ ആളും പുറത്തായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നവർ ഭക്തിയുടെ മറവിൽ നടത്തിയ വൻ സാമ്പത്തിക ചൂഷണം ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലൂടെയും ഹൈക്കോടതിയുടെ കർശന ഇടപെടലിലൂടെയും പുറംലോകം അറിയുകയാണ്. ശബരിമലയിലെ നെയ് വാങ്ങിയ ഇടപാടിൽ ദേവസ്വം ബോർഡിന് കോടികളുടെ ഭീമമായ നഷ്ടമുണ്ടാക്കിയ കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാകും. അയ്യപ്പന്റെ സ്വർണം കക്കാൻ കൂട്ടുന്നതിനു ശേഷമാണ് ഈ വിദ്വാന്റെ അടുത്ത പരിപാടി അരങ്ങേറിയത്. ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്ന് നെയ് വാങ്ങാൻ ബോർഡ് തീരുമാനിച്ചതിലൂടെ ദേവസ്വം ബോർഡിന് 2.3 കോടി രൂപയുടെ, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 2.27 കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ഡലകാലത്ത് ലിറ്ററിന് 369 രൂപയ്ക്ക് ഗുണനിലവാരമുള്ള നെയ് നൽകാൻ തമിഴ്നാട്ടിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനം ടെൻഡർ നൽകുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കുറഞ്ഞ തുകയുടെ ടെൻഡർ തള്ളിക്കളഞ്ഞ് ഉയർന്ന തുക ലിറ്ററിന് 510 രൂപ നിരക്കിൽ മിൽമയിൽ നിന്ന് നെയ് വാങ്ങാൻ ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. മിൽമയുടെ നെയ് ഉപയോഗിച്ചാൽ അരവണ നിർമ്മാണത്തിന് കുറഞ്ഞ അളവ് നെയ് മതിയെന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാങ്കല്പിക റിപ്പോർട്ടിന്റെ ബലത്തിലായിരുന്നു ഈ നീക്കം. ദേവസ്വം കമ്മീഷണർ ഇതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും അംഗം അജിത് കുമാറും ചേർന്ന് മിൽമയെ അനുകൂലിക്കുകയും കുറഞ്ഞ നിരക്കിലുള്ള മറ്റ് ടെൻഡറുകൾ റദ്ദാക്കുകയുമായിരുന്നു. ഈ വൻ അഴിമതി പുറത്തുവരികയും സന്നിധാനത്തെത്തിച്ച നെയ്ക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തതോടെയാണ് സംഭവം വൻ വിവാദമായത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഹൈക്കോടതി ഇടപെടുകയും അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഉയർന്ന തുക ഈടാക്കിയ മിൽമയിലെ ഉദ്യോഗസ്ഥരെ തൽക്കാലം പ്രതി ചേർത്തിട്ടില്ലെങ്കിലും അന്വേഷണത്തിൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിജിലൻസ് നിലപാട്. കൂടാതെ കരാർ പ്രകാരമുള്ള മുഴുവൻ നെയ്യും സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പൂനെയിലെ ഡയറിൽ നിന്ന് മിൽമ നെയ് വാങ്ങിയതിലെ സുതാര്യതക്കുറവിലും വലിയ സംശയങ്ങളാണ് ഉയരുന്നത്. ഭക്തജനങ്ങളുടെ വിശ്വാസത്തെയും കാണിക്കപ്പണത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ ഈ വൻകൊള്ളയും വഞ്ചനയും ഭരണവർഗത്തിന്റെ തണലിൽ ഇത്രകാലം മൂടിവെക്കപ്പെടുകയായിരുന്നു. ഭക്തരെ വഞ്ചിച്ച് കോടികൾ തട്ടിയെടുത്ത സകല കള്ളന്മാരും ഒടുവിൽ നിയമത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുക തന്നെ ചെയ്യുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അതിശക്തമായ അന്വേഷണം.